യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയ കെപിസിസി അംഗം എ അരവിന്ദനെതിരെ കേസെടുത്ത പോലീസ് താമരശ്ശേരിയിൽ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സ്ഥാപനം നടത്തുന്ന യുവതിക്കെതിരെയാണ് അതിക്രമം നടത്തിയത്. വിവരങ്ങളുമായി അരുൺ PJ കൂടി ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് ഈ കെപിസിസി അംഗത്തിനെതിരെയുള്ള പരാതി. അവന്തിക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസെടുത്തിരിക്കുന്നത് താമരശ്ശേരി പോലീസ് ഇന്നാണ് കേസെടുത്തിരിക്കുന്നത്. ഈ താമരശ്ശേരി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം, KPCC അംഗവും കൂടിയാണ് എ അരവിന്ദൻ ഈ യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസിന്റെ കിട്ടിയിരിക്കുന്ന പരാതിന്മേൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിന്റെ ആധാരമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അരവിന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അനുമതി നൽകി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ പ്രവർത്തന കാലാവധി, ഈ യുവതിയുടെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന കാലാവധി ഉണ്ട്, അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് അടുത്ത മാസം 14-ാം തീയതി അവസാനിക്കുകയാണ്. തുടർന്ന് ഈ കാലാവധി നീട്ടി നൽകാനായാണ് പഞ്ചായത്തിൽ ശുപാർശ ചെയ്യാൻ വേണ്ടി യുവതി അരവിന്ദനുമായി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അരവിന്ദൻ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി യുവതിയെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും വീട്ടിലെത്തിയ യുവതിയെ അകത്തേക്ക് കൈപിടിച്ച് കയറ്റുകയും മറ്റ് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് യുവതി ഇപ്പോൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഏറെ പ്രയാസപ്പെട്ടാണ് യുവതി ഈ അരവിന്ദന്റെ ഈ ഒരു ആക്രമണത്തിൽ നിന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള, വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടതെന്നുള്ളതാണ്. തുടർന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ലൈംഗിക അതിക്രമം, മാനഭംഗ ശ്രമം വകുപ്പുകൾ ചേർത്ത് പോലീസ് ഇന്ന് കേസെടുത്തിട്ടുണ്ട്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പലതവണ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഈ വ്യക്തിയാണ് ഇപ്പോൾ ഈ KPCC മെമ്പർ കൂടിയായ, KPCC അംഗം കൂടിയായ ഈ അരവിന്ദൻ. AKGക്കെതിരെ മുമ്പ് അരവിന്ദൻ നടത്തിയ പ്രസംഗമൊക്കെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ ഒരു പ്രവർത്തന പാരമ്പര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ആ ഒരു മേഖലയിൽ ഉയരുന്നത്. എന്തായാലും ഈ ഒരു മുതിർന്ന ഒരു നേതാവ്, KPCC അംഗം, ഒരു യുവതിക്കെതിരെ ആ ഒരു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിൽ ആ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു യുവതിയാണ്. ആ യുവതിയുടെ ഒരു ആ സ്ഥാപനം മുന്നോട്ട് അദ്ദേഹത്തിന്റെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതിന്റെ സാക്ഷ്യപത്രം വേണ്ടിയിരുന്നു. ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ അരവിന്ദൻ ഈ യുവതിയെ വീട്ടിലേക്ക് വരുത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ബസ്സുകളിൽ മാത്രം ഫ്രീ കൊടുത്താൽ മാത്രം പോരാ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് കൂടി കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു മുൻഗണന കൊടുക്കണമെന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാരും പറയുന്നത്. അവന്തിക. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.